ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും ഒക്കെ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അല്ലേ? മുടി എന്തുകൊണ്ട് കൊഴിയുന്നു എന്ന് നമുക്ക് അറിയാൻ വയ്യാതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ മുടി ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ ഗ്രീസി ആയിട്ട്, അല്ലെങ്കിൽ ചീനച്ചട്ടിയിലെ എണ്ണ തേച്ച പോലെ ഓയിലി ആയിട്ട് ഒട്ടിപ്പിടിച്ച് ഒരു ഫ്ലഫി അല്ലാതൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഒന്നിനൊന്നിനും ഒട്ടാത്ത മുടിയും അല്ലെങ്കിൽ നല്ലൊരു ഡ്രീമി ആയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലും. ഞാൻ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുറേ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ മാധുരി ദീക്ഷിതിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈൽ കണ്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലരുടെയും ഹെയർ സ്റ്റൈലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഹെയർ ഒക്കെ കണ്ട് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ്. ഇപ്പം ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, മുടി ഉണ്ടായിരുന്നെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാമായിരുന്നു. അന്നൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞാൽ എന്നെ എൻ്റെ അമ്മ ഓടിക്കും. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ എന്തുകൊണ്ട് മുടി കൊഴിയുന്നു എന്നുള്ളത് നമുക്ക് നിറയെ പേർക്കും അറിയില്ല. ചിലർക്ക് താരൻ കൊണ്ടായിരിക്കും, ചിലർക്ക് സ്കാൾപ്പിന് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, ചിലർക്ക് പാരമ്പര്യമായിട്ട് തന്നെയായിരിക്കും. ഈ പാരമ്പര്യമായിട്ട് മുടി പൊഴിയുന്നതും മുടി ഇല്ലാത്തതും അല്ലെങ്കിൽ കഷണ്ടി വരുന്നതും ഒക്കെ ഒരു ചെറിയ എക്സ്റ്റെൻറ്റ് നമുക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും പാരമ്പര്യമാണെന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തോതിലൊക്കെ നമുക്കൊന്ന് കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു മിനിമം ലെവലിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഹെയർ കിട്ടുന്നതിന് ഹെയർ പാക്കിന് എന്താണ് സ്ഥാനം എന്നുള്ളത്. ചിലർ പറയും എണ്ണ തേച്ചാലൊന്നും ഒരു പ്രയോജനമില്ല, മുടി വളരില്ല. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഹെയർ ഡൈ തലയിലിടുമ്പോൾ അതിൻ്റെ കളർ താഴോട്ട് ഇറങ്ങി വന്ന് ഫേസ് ബ്ലാക്ക് ആകുന്നു എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതിൻ്റെ പ്രൂഫ് എന്താണ്? അപ്പോൾ തലയോട്ടിയിലിടുന്ന പല സാധനങ്ങളും അതുവഴി ഇറങ്ങി രോമകൂപത്തിൽ കൂടി ഇറങ്ങി നമ്മുടെ സ്കിന്നിലേക്കും ചർമ്മത്തിനടിയിലേക്കും പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ ഹെയർ പാക്കുകളും ഹെയർ ഓയിലുകളും ഹെയർ വാഷുകളും ഒക്കെ തന്നെ ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. നമ്മളുടെ ലോകം, ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ലോകം, ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ, അതാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ലോകത്ത്, അപ്പോൾ ലോകം എന്ന് പറയുന്നത് പലർക്കും പല ടൈപ്പാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷനിൽ, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ കെമിക്കൽസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നല്ല ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം നമ്മുടെ തലയോട്ടിയുടെ ചർമ്മത്തിന് കാണുന്ന, ചിലർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തലയോട്ടിയിൽ കാണും. താരൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, സബത്തിൻ്റെ സെഡിമെൻറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ കെരാറ്റിൻ അവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടോ പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ആ രോമത്തിൻ്റെ ആ സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒരു എഫക്റ്റും ഇല്ലാതെ മുടി സ്ട്രോങ് ആകാതെ, ചിലർക്ക് മുടി ഭയങ്കര തിന്നായിട്ട് വലിഞ്ഞു പൊട്ടിപ്പോകുന്നുണ്ടാവും, വളർന്നു പോകുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ ഇഷ്യൂവും കൂടാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ സ്കിൻ പ്രോബ്ലംസും എല്ലാ ഹെയർ പ്രോബ്ലംസും ഒന്നും നമ്മൾ ഈ ഹെയർ കെയർ സ്കിൻ കെയർ കൊണ്ട് മാത്രം ക്യൂർ ആക്കാൻ പറ്റില്ല. നമ്മൾ ഡോക്ടറെ കാണേണ്ട സമയത്ത് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ അഡ്വൈസ് തേടി, ആ ഡോക്ടറും പറ്റാഞ്ഞിട്ട് സെക്കൻഡ് ഒപ്പീനിയന് വേറൊരു ഡോക്ടറെ അടുത്തും പോയിട്ട് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്താണ് ശരി എന്നുള്ളത്. ബിക്കോസ് എല്ലായിടത്തും പല കാര്യങ്ങൾ പലരും പറയുന്നത് കൊണ്ടും പലരും ഒരു ട്രസ്റ്റ് വൃത്തിയായിട്ട് നമ്മളെ അടുത്ത് പല കാര്യങ്ങളും പറയാത്തത് കൊണ്ടും നമുക്ക് എല്ലാവരെയും കണ്ണുടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ ഇരിക്കട്ടെ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അത് എപ്പോഴും ഒരു ചെക്കപ്പിന് പോകുന്നതും ഒരു നോർമൽ ചെക്കപ്പ് ചെയ്യുന്നതും റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരു എബോവ് 30, എബോവ് 40, എബോവ് 50 ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മൾക്ക് ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓക്കെ, അതൊരു സൈഡ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്നുള്ളതും വലിയൊരു സൈഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഹെയർ കെയറിനെ കുറിച്ച് പറയാം. ഹെയർ പാക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഹെയർ പാക്കുകൾ നമ്മുടെ തലയിൽ ഇട്ട് കഴിയുമ്പോൾ, അതായത് നറിഷ്ഡ് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ, പല ഇൻഗ്രീഡിയൻസ് ചേർന്ന് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെർബൽ ഹെയർ പാക്കുകൾ നമ്മളുടെ തലയിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കാൾപ്പിനെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ സ്കാൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കുകയും ആ മുടി വളരുന്ന ആ ഒരു പോർഷനെ നന്നായിട്ട് ക്ലീൻ ആക്കി അവിടോട്ട് ബ്ലഡ് സർക്കുലേഷൻ വരികയും
നമുക്ക് മുടി വളരാനും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയറിനെ എൻഹാൻസ് ചെയ്യുകയും നമ്മുടെ ഹെയറിന് വേണ്ട പ്രോട്ടീനുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെയർ തന്നെ പലർക്കും നമ്മുടെ സ്കിൻ പല ടൈപ്പ് എന്ന് പറയുന്ന പോലെ ഹെയറിൻ്റെ സ്കാൾപ്പും അതായത് നമ്മുടെ തലയോട്ടിയുടെ സ്കാൾപ്പും പല ടൈപ്പാണ്. ഡ്രൈ ആയിട്ടുള്ളവരുണ്ട്, ഓയിലി ആയിട്ടുള്ളവരുണ്ട്. എന്തെങ്കിലും നമ്മളൊന്ന് കണ്ടീഷണർ തേച്ച് ഷാമ്പൂ തേച്ച് ഇനി പാർലറിൽ പോയി വാഷ് ചെയ്തിട്ട് വന്നാൽ തന്നെ 1 or 2 hours ഗ്രീസി ആകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ള സ്കാൾപ്പുള്ളവരുണ്ട്, റഫായിട്ടുള്ള മുടിയുള്ളവരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കി എല്ലാ ടൈപ്പ് സ്കാൾപ്പ് ഉള്ളവർക്കും കൂടെ ചേർന്നുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു 15 ഏജിന് മേളിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലോട്ട് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നറിഷ്ഡ് ഹെയർ പാക്കിലേക്ക് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് റോസ്മേരിയാണ്. റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. അടുത്തത് വന്ന് ചിയാസീഡ് ആണ്. ചിയാസീഡും റോസ്മേരിയും ഒക്കെ ഹെയർ ഗ്രോത്തിനെ അതുപോലെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഉഴുന്നാണ്, ബ്ലാക്ക് ഉഴുന്നാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഹെയറിലേക്ക് വേണ്ടതുള്ളത്. പിന്നെ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പണ്ട് കാലം മുതലേ അറിയാവുന്നതാണ്. ഇത് ഫ്ലാക്സ് സീഡ് ആണ്. ഫ്ലാക്സ് സീഡ് മുടിയെ കണ്ടീഷൻ ചെയ്യാനും മുടിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റുമാണ്. ഇത് അലുവേറ പ്ലാന്റ് ഉണങ്ങി പൊടിച്ച പൊടിയാണ്. ഇത് അത്രയ്ക്കും നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ. ഇത് കുപ്പമേനി എന്ന് പറയുന്ന ചെടിയുടെ പൊടിയാണ്. അത് ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇത് ബ്രഹ്മി എന്ന് പറയുന്ന ചെടിയുടെ പൊടിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഹെയർ പാക്കിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പൗഡർ ആക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈക്വൽ അളവിൽ നമ്മൾ ചെറുപയർ ചേർക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് ഹെർബൽ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ചിയാസീഡ്, ഫ്ലാക്സീഡ്, ചെമ്പരത്തി ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല പട്ട് പോലത്തെ ഒരു സിൽക്കി എഫക്റ്റ് തരികയും നമ്മുടെ മുടിയുടെ റൂട്ടിനെ എൻഹാൻസ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഉഴുന്ന് പ്രോട്ടീൻ റിച്ച് ആണ്, നമ്മുടെ സ്കാൾപ്പിന്റെ ഹെൽത്തിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റോസ്മേരി നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഹെയറിനെയും സ്കാൾപ്പിനെയും ക്ലീൻ ആക്കി വെക്കുകയും ചെയ്ത് അലുവേറ പൊടിയാണ്. അലുവേറ നമ്മുടെ മുടിയെയും നമ്മുടെ സ്കാൾപ്പിനെയും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുപ്പമേനി അതുപോലെ തന്നെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ല ഒരു ചെടിയാണ്. അതുപോലെ ബ്രഹ്മി നമ്മൾക്ക് മുടിക്കും നമ്മളുടെ ബ്രെയിനും നമ്മുടെ മെമ്മറി ലോസിനും ഒക്കെ വളരെ നല്ല ഒരു സാധനമാണ് ബ്രഹ്മി. നമ്മൾ ഇത് പൊടിച്ച പൊടി 2 സ്പൂൺ എടുത്ത് അതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കണം. മുട്ടയുടെ വെള്ള വൈറ്റ് യോക്ക് അങ്ങനെ മാറ്റണ്ട. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഒരു 20 മില്ലി ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു 1/2 കപ്പ് കേർഡ് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈര് നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും ഈക്വൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ ബാലൻസ് ചെയ്യുകയും താരനെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ അത്രയ്ക്കും നറിഷ്ഡ് ആണ്. മിക്സ് ചെയ്ത് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ. ആരോ എന്നോട് പാട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ടും കുറേ ഐസ്ക്രീം, കുറേ ജ്യൂസ് എല്ലാം കഴിച്ചിട്ട് ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ കഴിച്ചിട്ട് എനിക്ക് തൊണ്ട വരുന്നില്ല. എങ്കിലും ഞാനൊരു ട്രൈ ചെയ്യാം. പലവിധമായുന്നെ പാടവും മാടവും പാടിക്കൊണ്ടാടുമമ്പ പദമലർ സൂടവും. ജസ്റ്റ് ഞാൻ അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ പാടിയിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്തോ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടോന്ന് തോന്നുന്നു. കുറച്ച് മടിയുണ്ട് എനിക്ക് പാടാൻ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു, ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. ഈ ഹെയർ പാക്ക് നമ്മൾ ഒലിവ് ഓയിൽ, തൈര്, മുട്ട ഇത് 3ലും മിക്സ് ചെയ്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ പല ടൈപ്പിലുള്ള സ്കാൾപ്പിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളുടെ സ്കാൾപ്പ്, തലയോട്ടി
കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മളുടെ ഹോർമോണിൻ്റെ വ്യതിയാനത്തിനനുസരിച്ചും നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് കാരണം ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്ത് വെച്ച് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തലയിലേക്ക് ഇടാൻ. തലയിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഹെർബൽ ഹെയർ വാഷ് കൊണ്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ പോലെ തന്നെ ഹെയർ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഹെയർ കെയർ നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് നല്ലൊരു ഹെയർ ഉണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഫേസിന് ചേർന്ന ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ പകുതി മൈനസ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റും. ഓക്കെ, സോ അതൊരു വളരെ വലിയ സത്യമാണ്. നമ്മൾക്ക് ചേർന്ന ഒരു ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കുക, അതിനെ വെച്ച് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലോങ് ഹെയർ ഉണ്ടായിരുന്നപ്പോൾ അത് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഏജ് ആകുമ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഷോർട്ട് ഹെയർ. അപ്പോൾ ആ ഷോർട്ട് ഹെയറിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാനേജ് ചെയ്യുക. ഹെയർ എന്ന് പറയുന്നത് നമ്മളുടെ അക്സസറീസിനേക്കാളും ജ്വല്ലറീസിനേക്കാളും സ്കിന്നിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെയർ കെയർ ചെയ്യണം. ഈ ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വേറൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ. ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ല, ഉന്നെ എണ്ണാத നെഞ്ചും നെഞ്ചല്ല, നീ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நான்